ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർസിനെ കുറിച്ച് ദിവസവും ഒരു വീഡിയോ ഇടും. അത് തീരുമാനം തന്നെയാണ്. ഇവരുടെ അറസ്റ്റ് നടക്കുന്നവരെ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവസാനിക്കുന്നവരെ ദിവസം കഴിവതും ഒരു വീഡിയോ ഇടും തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ അതിന് എത്ര വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാലും എത്ര ചീത്ത വിളിച്ചു കഴിഞ്ഞാലും നേരിട്ട് വന്ന് പറഞ്ഞാലും അതുണ്ടാവും. അപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട്, ഹരീഷ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഈ കമ്പനിയിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും പണം തിരിച്ചു കൊടുക്കും, ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടത് ശരിയായില്ല. പക്ഷേ ഇങ്ങനെ കമ്പനി പക്കാണ്, കമ്പനി സൂപ്പറാണ്, കമ്പനിയുടെ കോൺസെപ്റ്റൊക്കെ സൂപ്പറാണ്. പക്ഷേ എങ്കിൽ ഈ ഡെപ്പോസിറ്റ് ചെയ്യൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി എല്ലാവർക്കും തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 മാസമൊക്കെയായി. പക്ഷേങ്കിൽ അറിയില്ല ഇതുവരെ ആർക്കെങ്കിലും പൈസ കിട്ടിയോ എന്ന്. അപ്പോൾ അദ്ദേഹം ഹരീഷിൻ്റെ ടീമിലുള്ള ആരെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുക. അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ മണി ചെയിൻ ചെയ്തത് എന്നാണ് അദ്ദേഹം എന്നോട് സമ്മതിച്ചത്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ തട്ടിപ്പ് നടത്തുമ്പോൾ. ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഇതിങ്ങനെ തട്ടിപ്പ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊന്നും അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ സമാനമായ ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വലിയ ലീഡർ അനിൽകുമാർ, സന്ധ്യ, അവരൊക്കെയാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിട്ട് കാണുന്നത്. ആ ഗ്രൂപ്പ് പിരിച്ചുവിടുകയും, വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിടുകയും എല്ലാവർക്കും പണം തിരികെ കൊടുക്കാമെന്ന് അവർ ആൾക്കാർക്ക് വാഗ്ദാനം കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സന്ധ്യ, അനിൽകുമാർ, അപ്പോൾ അവരും ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അറിയിക്കാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ പൈസ നിങ്ങൾക്ക് കിട്ടി പോലും നിങ്ങൾ അവർക്ക് കൊടുത്തു, ഹരീഷിന് കൊടുത്തു പോലും, അനിൽകുമാറിന് കൊടുത്തു പോലും നമുക്കൊരു കാര്യമില്ല അല്ലേ. നമ്മൾ നിങ്ങളോടൊന്നും പൈസ ചോദിച്ചിട്ടോ അല്ല പൈസ പ്രതീക്ഷിച്ചിട്ടോ അല്ല. പൈസ വേണ്ടതായിരുന്നു. ഈ ആൾക്കാരെ പറ്റിച്ച പൈസയൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെ ആൾക്കാർ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പുകൾ പിരിച്ചു വിടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ വായ അടക്കി പിടിച്ചിട്ടാണ് ഉള്ളത്. നമ്മുടെ ഡ്രാഗൺ അമ്മായി പിന്നെയും വീഡിയോ ചെയ്യുന്നുണ്ട്, മോദിജിയുടെ വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത്. നല്ല കാര്യം അല്ലേ. ഇനി അത് മാത്രമേ ഇനി രക്ഷയുണ്ടാവുള്ളൂ. ഇനി മോദിജിനെയൊക്കെ പുകഴ്ത്തിയിട്ട് വീഡിയോ ചെയ്യാം. അങ്ങനെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ അല്ലേ. ഒരു നല്ല വരുമാനം. ആൾക്കാരെ ഇപ്പോൾ എങ്ങനെയായാലും പറ്റിക്കലാണല്ലോ. അപ്പോൾ ഇനിയിപ്പം അതിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ബൈ. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ബൈ.